ഹലോ ഓൾ, വെൽക്കം ടു PSC മെന്റർ. LDC പരീക്ഷയിൽ തിരുവനന്തപുരം ഉള്ള ആളുകളൊക്കെ ഇപ്പൊ എക്സാം കഴിഞ്ഞിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ അവർക്കിനി റെസ്റ്റ് എടുക്കാം. അതേസമയം മറ്റുള്ള ഘട്ടം ആളുകൾ ഇപ്പോഴും LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തകൃതിയായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാം, അതിനെ വിശകലനം ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് അടുത്ത ഘട്ടത്തെ നേരിടാം എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത് അല്ലേ? അപ്പൊ ആ കൂട്ടത്തില് ബയോളജി ഭാഗത്തു നിന്നും, അതായത് ജീവശാസ്ത്രം ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് തയ്യാറെടുക്കണ്ടേ? അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകണം എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ജൂലൈ 27 നടന്ന LD പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ലൈഫ് സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നമ്മുടെ ചോദ്യം നോക്കാം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യോജക കല എന്ത് എന്നുള്ള ഭാഗം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ പേശി, അസ്ഥി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളും കൂടെ നമ്മൾ പഠിച്ചു പോകണം. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താ നമ്മുടെ ഓപ്ഷനുകൾ? സ്നായുക്കൾ പറഞ്ഞിട്ടുണ്ട്, രക്തം, തരുണാസ്ഥി, അതുപോലെ തന്നെ ടെൻഡൻ എന്നിവയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്താണ്? സ്നായുക്കള്, രക്തം, തരുണാസ്ഥി, ടെൻഡൻ എന്നിവയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്താ ഇതിന്റെ ഉത്തരം? ഉത്തരം എന്ന് പറയുന്നത് ടെൻഡൻ ആണ്. ടെൻഡൻ ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട ഫാക്റ്റുകൾ നമുക്ക് നോക്കണ്ടേ? ആദ്യമായിട്ട് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരു സന്ധി എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചു പോകാം അല്ലെ? കുറച്ച് പോയിന്റുകൾ. ആദ്യം എന്താണ്? അസ്ഥിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു അസ്ഥി ഇങ്ങനെ വന്നിട്ട് അതിന്റെ ആ ഒരു സന്ധിയുടെ ഭാഗത്തേക്ക് വരുന്നു അല്ലെ? അപ്പൊ അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂള് എന്ന് പറയുന്നത് അല്ലെ? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് ചോദിച്ചത് അത് തന്നെയാണ് അല്ലേ? ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അസ്ഥിയെയും തമ്മിലല്ല ബന്ധിപ്പിക്കണേ, അസ്ഥിയെയും പേശിയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ടെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അതേസമയം അസ്ഥികളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ചരട് പോലെയുള്ള ഭാഗത്തിനെ നമ്മൾ എന്താണ് വിളിക്കുക? സ്നായുക്കൾ എന്നാണ് വിളിക്കുക, ലിഗമെന്റ്സ് എന്നാണ് വിളിക്കുക. കണ്ടില്ലേ? ഈ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഇതൊരു സന്ധിയാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു എല്ല് വന്നിട്ടുണ്ട്, ഈ ഭാഗത്തു നിന്നും ഒരു അസ്ഥി വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ട് അസ്ഥികള് ഇങ്ങനെ ചേരുമ്പോഴാണ് ഇവിടെ ഒരു സന്ധി ഉണ്ടാവുന്ന, ഒരു ജോയിന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ ഈ രീതിയിൽ ചരട് പോലെ ഇതിനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ വിളിക്കുക ലിഗമെന്റ്സ് എന്ന് വിളിക്കുക. ഈ ലിഗമെന്റ്സ് ഒക്കെ നമ്മൾ ഓടും ചാടൊക്കെ ചെയ്യുമ്പോൾ ലിഗമെന്റ്സ് ബ്രേക്ക് ആകുക എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരു പ്രശ്നമാണ് അല്ലെ? അതെന്താണ് അതിന്റെ കാരണം? രണ്ട് അസ്ഥികളെ തമ്മിൽ ഈ രീതിയിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ചരട് പോലെയുള്ള ആ ഒരു ഭാഗമാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ചോദ്യത്തിൽ പേശി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ടെൻഡൻ ആണ് എന്നുള്ളത് നോക്കണം. അതുപോലെ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള പരിപാടി നോക്കുന്നത് ആരാണ്? സ്നായുക്കളാണ്, ലിഗമെന്റുകളാണ്. അപ്പൊ ലിഗമെന്റ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലിഗമെന്റ്സ് ഇല്ലെങ്കിൽ ഈ ജോയിന്റിൽ വെച്ചിട്ട് ഈ രണ്ട് അസ്ഥികൾ എന്ത് ചെയ്യും? ആ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ വിട്ടുപോകില്ല, ഇങ്ങനെ മാറിപ്പോകും. അപ്പോൾ എന്താണ് ഈ സ്നായുക്കളുടെ അല്ലെങ്കിൽ ലിഗമെന്റ്സിന്റെ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അവരുടെ വർക്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നമുക്ക് തന്നേക്കുന്നത്? നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതം, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ എന്നിങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ നോക്കാം? എന്താണ് ഈ വന്യജീവി സങ്കേതം? അതും ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അറിയണ്ടേ? അപ്പൊ എന്താണ് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ഇനം പക്ഷികളെയോ മൃഗങ്ങളെയോ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയും പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയും. അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ട് സംരക്ഷിക്കുന്നത്? ഒരു സംരക്ഷിത മൃഗം നമ്മൾ പഠിക്കും. എന്താണത്? അവിടെ കടുവാ സങ്കേതമാണ് അല്ലേ? അപ്പൊ കടുവാ സങ്കേതങ്ങൾ എന്ന് പറയുന്നത് വന്യജീവി സങ്കേതങ്ങളാണ്. അപ്പൊ വന്യജീവി സങ്കേതം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു മൃഗം അല്ലെങ്കിൽ ഒരു പക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? മൃഗങ്ങള്, പക്ഷികളാവാം, അല്ലെങ്കിൽ പ്രാണികളാകാം, അതുപോലെ ഉരകങ്ങളാവാം. ഇതിൽ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അവിടെ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ബയോസ്ഫിയർ റിസർവുകളാണ്. എന്താണ് ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്? ഇവിടെ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഉരകത്തെ അല്ലെങ്കിൽ പക്ഷിയൊക്കെയാണ് സംരക്ഷിക്കണമെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ആ ഒരു പ്രത്യേക
ഭാഗമാണ് സംരക്ഷിക്കുന്നത്, ഒരു പ്രദേശമാണ്. അതായത് ഈ ഭാഗത്തെ കാട് എന്ന് പറയുന്നത് ഒരുപാട് ജൈവ വൈവിധ്യം ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക ജീവി ഉള്ളത് കൊണ്ടല്ല, ആ ഒരു പ്രദേശത്തെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സംരക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കും ബയോസ്ഫിയർ റിസർവ് എന്ന് വിളിക്കും. പരിസ്ഥിതിയെ മൊത്തത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂമിയാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുന്നത്. ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എന്താണ്? ദേശീയോദ്യാനങ്ങളാണ്. ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സംരക്ഷണം ആവശ്യപ്പെടുന്നതാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും? ഒന്നിലധികം ദേശീയ പാർക്കുകൾ അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ, റിസർവുകൾ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭൂപ്രദേശമായിരിക്കും ഒരു നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഭൂപ്രകൃതി, ചരിത്രപരമായ വസ്തുക്കൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഒരു നാഷണൽ പാർക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സംരക്ഷണത്തിന്റെ ഒരു ഡിഗ്രി ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് വന്യജീവി സങ്കേതം, വന്യജീവി സങ്കേതങ്ങളെക്കാൾ കൂടുതൽ സംരക്ഷണം ആവശ്യപ്പെടുന്ന മേഖലകളായിരിക്കും ദേശീയോദ്യാനങ്ങളായിട്ട് മാറുക. അതേസമയം ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുമ്പോൾ അതിന് ഓരോരോ ബഫർ സോണുകളുണ്ട്. അവിടെ ജനങ്ങൾക്ക് വസിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ, അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വസിക്കാൻ കഴിയില്ല, അതേസമയം വേണമെങ്കിൽ അവിടെ കയറി ചെല്ലാനൊക്കെ പറ്റുന്ന ഭാഗങ്ങൾ, ഇതൊന്നും അല്ലാതെ ഏറ്റവും കോറായിട്ടുള്ള ഏരിയ, തീരെയും ആളുകളെ കടത്തിവിടാത്തുള്ള ഭാഗങ്ങൾ, അങ്ങനെ ഓരോ ബഫർ സോണുകളായിട്ട് തിരിച്ചിട്ടാണ് ബയോസ്ഫിയർ റിസർവുകളുടെ സംരക്ഷണം നടപ്പിലാക്കി വരുന്നത്. വന്യജീവി സങ്കേതം എന്ന് പറയുന്നതും എന്താണ്? ആ ഒരു പ്രദേശത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നാഷണൽ പാർക്കുകൾ എന്ന് പറയുമ്പോൾ വളരെ നമുക്ക് എന്താ പറയാ, ഒരു അനുമതിയോട് കൂടിയോ അല്ലെങ്കിൽ അത്രയധികം നമ്മൾ അവിടുത്തെ ജീവജാലങ്ങളെയോ പ്രകൃതിയോ നശിപ്പിക്കില്ല എന്നുള്ളൊരു ഉറപ്പോട് കൂടിയോ ഒക്കെ നമുക്ക് വളരെ വിരളമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും സംരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം നോക്കാം. നമ്മൾ നോക്കിയ ആ ഒരു ചോദ്യത്തിനകത്ത് ഉത്തരമായിട്ട് വന്നത് കമ്മ്യൂണിറ്റി റിസർവുകളാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്? എന്താണ്? വന്യജീവി സങ്കേതങ്ങളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിയുക്തമാക്കിയിട്ടുള്ള സംരക്ഷിത മേഖലകളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? എന്താണ്? ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. എന്താണ്? വിഭവങ്ങളുടെ സുസ്ഥിരമായിട്ടുള്ള ഉപയോഗം അനുവദിക്കുന്നതോടൊപ്പം സംരക്ഷണ ശ്രമങ്ങളിൽ പ്രാദേശിക ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ത് ചെയ്യുന്നത്? ലക്ഷ്യമിടുന്നത്. അപ്പോൾ കേരളത്തിലെ കടലുണ്ടി വള്ളിക്കുന്ന് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി റിസർവ് ദക്ഷിണേന്ത്യയിലെ കേരള സംസ്ഥാനത്തുള്ള മലബാർ തീരത്തുള്ള ഒരു അഴിമുഖവുമാണ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവുമാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് എന്തെന്ന് പറയുന്നത്? കടലുണ്ടി വള്ളിക്കുന്ന് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു പ്രത്യേക ജീവിയെ നമുക്ക് സംരക്ഷിക്കണം അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ആളുകളൊക്കെ ജീവിക്കുന്നുണ്ടാവൂലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ ആ ജനങ്ങളുടെ ജീവിതത്തെ ശല്യപ്പെടുത്താതെ തന്നെ ആ സ്ഥലത്തെ സംരക്ഷിക്കുകയും വേണം. അപ്പൊ ആ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാദേശിക ജനങ്ങളുടെ എന്താ പറയാ ഒരു സഹായവും കൂടെ നമ്മൾ അന്വേഷിച്ചാലോ അത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം ജനജീവിതത്തെ അത് ബുദ്ധിമുട്ടിക്കുകയില്ല, എന്നാൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. എന്താ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ള യോജക കല, ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണത്. എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ. നോക്കിയേ, ദ്രാവക രൂപം അവിടെ തന്നു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അസ്ഥി എന്താണെന്ന് അറിയെങ്കിൽ ടെൻഡൻ എന്താണെന്ന് നമുക്കറിയാം. ഓൾറെഡി അവിടെ ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു അല്ലെ, നമുക്കറിയാം. പിന്നെന്താ, നാരുകലയും തരുണാസ്ഥി ഒന്നും ദ്രാവക രൂപത്തിലല്ല എന്ന് നമുക്കറിയാം. പിന്നെ ദ്രാവക രൂപത്തിലുള്ളത് രക്തം മാത്രമാണ്. അപ്പൊ എന്താണ് യോജക കല എന്ന് അറിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. പക്ഷെ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ ഇതേപോലെ ചോദിച്ചോളണമെന്നില്ല. അപ്പൊ എന്താ യോജക കല എന്ന് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോവാം. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള കോശങ്ങളുണ്ട് അല്ലെങ്കിൽ സെല്ലുകളുണ്ട് അല്ലെ. ഇവരെല്ലാരും കൂടെ ഒന്ന് ചേർന്നിട്ട് എന്താവും? പലതരത്തിലുള്ള ടിഷ്യൂകളാവും അല്ലെ, കലകളായിട്ട് മാറും. ഈ പറയുന്ന ടിഷ്യൂകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ടിഷ്യൂകളുണ്ട്. അതിൻ്റെ ആ ഒരു എന്താണോ അതിൻ്റെ ധർമ്മം അതിനനുസരിച്ചുള്ള പലതരത്തിലുള്ള ടിഷ്യൂസ്. ഈ ടിഷ്യൂസ് ഒന്ന് ചേർന്നിട്ട്, ഒന്നിൽ കൂടുതലോ ഒക്കെ ഒന്ന് ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു അവയവമായിട്ട് മാറും.
ഈ അവയവങ്ങൾ ഒന്നു ചേർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഒരു ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓർഗൻ സിസ്റ്റം ആണ്. അതിനകത്ത് പലതരത്തിലുള്ള ഓർഗനുകൾ പങ്കെടുക്കുന്നുണ്ട്. പാൻക്രിയാസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ഇങ്ങനെ പല ആളുകളും അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഓർഗനുകളൊക്കെ എവിടെ നിന്നുണ്ടായി? അതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള പലതരത്തിലുള്ള കലകൾ കൊണ്ട്, ടിഷ്യൂകൾ കൊണ്ട് നിർമ്മിതമാണ്. ടിഷ്യൂകൾ എങ്ങനെ ഉണ്ടായി? കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അപ്പോൾ പലതരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അത് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യം യോജകകല. ഇപ്പൊ നമ്മൾ കണ്ട സംഭവമാണ് യോജകകല. എന്താ അത്? മറ്റുള്ള കലകളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് യോജകകലയുടെ പരിപാടി എന്ന് പറയുന്നത്. യോജകകല എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ. എന്താണ്? അസ്ഥി, തരുണാസ്ഥി, രക്തം ഇവയൊക്കെ അതിന്റെ ഉദാഹരണമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് യോജക കലയാണ്. ഓക്കെ, യോജക കലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അല്ലെങ്കിൽ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, രക്തം എന്ന് പറയുന്ന യോജക കലയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒത്തിരി രക്തമില്ലേ? അപ്പൊ എന്താണ് ഏറ്റവും കൂടുതലുള്ളത്? യോജക കലയാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ധർമ്മം എന്താണ്? പല ധർമ്മങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളത് ചെയ്യും. പിന്നെന്ത് ചെയ്യും? പദാർത്ഥ സംവഹനം ചെയ്യും. അതല്ലേ ബ്ലഡ് ചെയ്യുന്നത്? ആണ്, പദാർത്ഥ സംവഹനം ചെയ്യും അല്ലെ. പിന്നെന്താണ്? രോഗപ്രതിരോധം ചെയ്യും. അതും ബ്ലഡിനകത്ത് സംഭവിക്കില്ലേ? രോഗപ്രതിരോധം നടക്കുന്നില്ലേ? ഉണ്ട്. അടുത്ത കല എന്ന് പറയുന്നത് ആവരണ കലയാണ്. അത് പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്. ആവരണം ചെയ്യുകയാണ് അതിന്റെ പരിപാടി. എന്താണ്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ധർമ്മം എന്താണ്? ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം, ഇതൊക്കെയാണ് ചെയ്യുന്നത്. പല സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഗ്രന്ഥികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താണ്? ആഗിരണം നടത്തുക, ഇതുപോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ആവരണ കലയുടെ പരിപാടികൾ. അടുത്ത എന്താണ്? നാഡീകലയാണ്. നാഡീകല എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണത്? ന്യൂറോണുകളാണ്. നാഡികളുടെ അകത്തുള്ള കലകളാണ് അല്ലെ. ന്യൂറോണുകൾ ചേർന്നുണ്ടാവുന്ന ടിഷ്യൂസ് ആണ്. എന്താ പരിപാടി? ശാരീരിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുക, അതിനെ ഏകോപിപ്പിക്കുക, ഇതൊക്കെയാണ് നാഡീകലകൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നാഡികളിലൂടെ സന്ദേശങ്ങൾ പോകുമ്പോഴാണല്ലോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് പരിപാടി? നാഡീകല എന്ന് പറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ധർമ്മം ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ നാഡീകല എന്ന് പറയുന്നത്. അടുത്തത് പേശികലയാണ്. പേശി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മസിൽസ് അല്ലെ. മസിൽസിനകത്തുള്ള കലയാണ് പേശികല എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും സങ്കോചിക്കാനും അതുപോലെ പൂർവ്വസ്ഥിതിയിലാകാനുള്ള കഴിവുണ്ടാവും അല്ലെ. ഇപ്പോൾ ഏതൊരു മസിലാണെങ്കിലും ആ മസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കോൺട്രാക്ട് ചെയ്യാണ്, അത് സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വർക്ക് അതിൻ്റെത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണ്ണിനകത്തുള്ള പേശി, കയ്യിലുള്ള പേശി, കാലിലുള്ള പേശി, എല്ലാ പേശികളും എന്താണ് ചെയ്യുക? അതിനെല്ലാം സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിന്റെ പരിപാടി? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് പേശീകലയിലാണ്. ശരീരത്തിന്റെ ചലനം സാധ്യമാക്കുക എന്നുള്ളതാണ് പേശീകലകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ഒരു പേശി എന്ന് പറയുന്നതിന്റെ യൂണിറ്റുകൾ എന്താണ്? എന്ത് ചെറിയ യൂണിറ്റുകൾ കൊണ്ടാണ് പേശികളെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിന്റെ ഉത്തരം അറിയെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് പേശികളുടെ സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായിട്ടുള്ള അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇച്ചിരി കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ചോദ്യമാണത്. ഉത്തരം വേറൊന്നുമല്ല, കരളാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എന്താ പറയാ വേസ്റ്റുകളെ എല്ലാം പുറന്തള്ളുന്നതിന് സഹായിക്കുന്നത് വൃക്കയാണ്, വിസർജന വ്യവസ്ഥയുടെ ഇമ്പോർട്ടന്റ് ആളാണ് എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന അമോണിയ, ഇതിനെയൊക്കെ നിർവീര്യമാക്കുന്ന ആള് എന്ന് പറയുന്നത് ആരാണ്? കരളാണ്. ഓക്കെ, കരളിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് കരൾ ചെയ്യുന്നത്? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ എൻസൈമുകളില്ല. കരളിനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നതിലൂടെ അവ ദഹനത്തെ സഹായിക്കുന്നു. എന്താണ് ഈ ഭക്ഷണത്തെ ക്ഷാരഗുണമാക്കുന്നേ? എന്താ കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആമാശയത്തിനകത്ത് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. അത് വീര്യം കൂടിയ HCl-ആണെന്ന് നമ്മൾ പറയുണ്ടായി അല്ലേ. ദഹനത്തെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണത്. അപ്പൊ ഭയങ്കര അമ്ല ഗുണമായിരിക്കില്ലേ ഈ ഫുഡിന്?
അപ്പൊ അതിനെ വീണ്ടും ക്ഷാരഗുണമാക്കണ്ടേ. അപ്പൊ എന്താണ്, ഭക്ഷണത്തെ ക്ഷാരഗുണമാക്കുകയാണ് അത് ചെയ്യുന്നത്. അതിലൂടെ ദഹനത്തെ സഹായിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിനകത്താണ് സംഭരിച്ചു വെക്കുന്നത്. ദഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരളിന്റെ കാര്യം അടുത്ത് നോക്കാം. വേറെ എന്തൊക്കെയാണ് കരൾ ചെയ്യുന്നത് നോക്കിയേ. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. എന്താണ്, നമ്മുടെ ശരീരത്തിനകത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ഉപാപചയ പ്രവർത്തനം നടക്കും, അല്ലെങ്കിൽ മെറ്റബോളിസം നടക്കും അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡുകളെയും സിംപ്ലർ യൂണിറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിനകത്ത് നിന്നും എനർജി ഉണ്ടാക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തെ പ്രോട്ടീൻ, മാംസ്യം എന്തായിട്ട് മാറും, അമിനോ ആസിഡുകളായിട്ട് മാറും. ഇവയുടെ ഉപാപചയ പ്രവർത്തന ഫലമായിട്ട് എന്തുണ്ടാവും, നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന പ്രോട്ടീനെ സിന്തസിസ് ചെയ്ത് പ്രോട്ടീനെ സിമ്പിൾ യൂണിറ്റ് ആക്കി അമിനോ ആസിഡ് ആക്കിയിട്ട് മാറ്റുന്ന ആ ഒരു പ്രക്രിയയിൽ അതിന്റെ മെറ്റബോളിസം നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും, നൈട്രജൻ അടങ്ങിയിട്ടുള്ള പല ബൈ പ്രൊഡക്റ്റുകളും ഉപോൽപ്പന്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് അമോണിയ എന്ന് പറയുന്നത്. ഒരു പരിധിയിലധികം അമോണിയ ഉള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുക എന്നുണ്ടെങ്കിൽ വളരെ അപകടകരമാണ്, ശരീരത്തിന് ആരോഗ്യത്തിന് വളരെ ദോഷമായിട്ടുള്ള സാധനമാണ് അമോണിയ എന്ന് പറയുന്നത്. ഈ അമോണിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ അമോണിയ നമുക്ക് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഭയങ്കര ദോഷമാണ്. അപ്പൊ അതിന് നമുക്ക് മാറ്റണം. നമ്മൾ ആ പരിപാടി ആർക്ക് കൊടുക്കും, നമ്മുടെ കരളിന് കൊടുക്കും. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന ഈ പറയുന്ന അമോണിയ രക്തത്തിലൂടെ എവിടെ എത്തും, കരളിലോട്ടെത്തും. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് ചേർന്ന് ഈ അമോണിയ എന്തായിട്ട് മാറും, യൂറിയ ആയിട്ട് മാറും. ഈ യൂറിയ എന്ത് ചെയ്യും, നമ്മുടെ വിസർജന വ്യവസ്ഥയിലൂടുകൂടി പുറന്തള്ളുകയും ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ആഹാരത്തിന്റെ ദഹനം നടക്കുമ്പോൾ അതിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുള്ള മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീന് എന്തായിട്ട് മാറും, അതിനകത്ത് നിന്നും നമ്മൾ എനർജി ഉണ്ടാക്കും അല്ലെ. ആ എനർജി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉപോൽപ്പന്നമായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും ഉണ്ടാവും. അതിലൊന്നാണ് അമോണിയ. ഈ അമോണിയ ഭയങ്കര വിഷമാണ് താനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നേരെ അത് രക്തത്തിന്റെ കൊടുത്തിട്ട് രക്തം നൈസായിട്ട് അത് കരളിന്റെ കൊണ്ട് കൊടുക്കും. കരൾ എന്ത് ചെയ്യും, അതിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ ആയിട്ട് പ്രവർത്തിപ്പിച്ച് കഷ്ടപ്പെട്ട് ഈ അമോണിയ യൂറിയ ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിനെ കളയും. ഇതാണ് കരൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സഹായം നമ്മുടെ ശരീരത്തിലുള്ള ഈ ടോക്സിസിറ്റി എല്ലാം മാറ്റുന്ന ആളെന്ന് പറയുന്നത് കരളാണ്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു പരിധി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കരളിനെ ബാധിക്കും നമ്മൾ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻടോക്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കരൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്നേഹമുള്ള ആൾക്കാരെ പിന്നെ എങ്ങനെ നമ്മൾ എൻ്റെ കരളെ എന്ന് വിളിക്കായിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കരൾ ചെയ്യുന്നത്. അപ്പൊ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഇനി കരളെ എന്ന് വിളിക്കരുത്. കാരണം കരൾ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന ടോക്സിസിറ്റി എല്ലാം എടുത്ത് കളയുക എന്നുള്ള പരിപാടിയാണ് പാവം നമ്മുടെ കരൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഇതായിരുന്നു, ഈ പറയുന്ന അമോണിയെ യൂറിയാക്കി മാറ്റുന്ന ശരീരത്തിലെ അവയവം ഏതാണ്, കരളാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താണ്, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചു. എന്താ സൊമാറ്റോട്രോപ്പിൻ? വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. ഈ ഒറ്റ കാര്യം അറിയെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഈ പറയുന്ന വളർച്ചാ ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് വളരും. കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാവുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഭീമാകാരത്വം എന്ന് പറയുന്നത് അല്ലെ. ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഭയങ്കരമായിട്ട് വളരും, ഭീമാകാരമാകും. അതേസമയം സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, തീരെ ചെറുതായി പോവും, വാമനത്വം അല്ലെങ്കിൽ ഡോഫിസം ഉണ്ടാവും അല്ലെ. അതേസമയം എല്ലാ വളർച്ചയൊക്കെ കഴിഞ്ഞു നൈസായിട്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന സൊമാറ്റോട്രോപ്പിൻ കൂടി പണി കിട്ടണമെന്ന് വെച്ചോ, എന്ത് സംഭവിക്കും, ഇനിയിപ്പോ ശരീരത്തിലെ എല്ലാ സെല്ലുകൾക്കും കുട്ടികളിൽ വളരുന്ന പോലെ വളരാനൊന്നും സാധിക്കില്ല. പകരം എന്ത് ചെയ്യും, വിരലുകളുടെ അറ്റങ്ങൾ അങ്ങനെ ടിപ്സ് ഒക്കെ വളരും. അങ്ങനെ വളരുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, അക്രോമെഗലി എന്ന് പറയുന്നത്. നോക്കാം, എന്താണ്, വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ശാരീരിക വളർച്ച ഉണ്ടാവും. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം. നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, SCERT ടെക്സ്റ്റിലുണ്ട്, അതാണ് ഞാനിവിടെ വെച്ചേക്കണേ. വളർച്ചാ ഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച മുരടിച്ചു പോകും. അത് വാമനത്വത്തിന് അല്ലെങ്കിൽ ഡാർഫിസത്തിന് കാരണമാകുന്നു. അതേസമയം വളർച്ചാ ഘട്ടമൊക്കെ കഴിഞ്ഞു വളർന്നിട്ടുള്ള ഒരാളാണ്, അയാളുടെ സൊമാറ്റോട്രോപ്പിന്റെ അമിതമായിട്ടുള്ള ഉൽപാദനം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മുഖം അതുപോലെ തന്നെ താടിയല്ല്, വിരലുകളുടെ അറ്റങ്ങൾ ഇവയൊക്കെ എന്ത് ചെയ്യും, വളരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ അസ്ഥികൾ വളരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് എന്ത് വിളിക്കുക, അക്രോമെഗലി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയ അക്രോമെഗലി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പോയിന്റുകൾ നോക്കി. അടുത്ത നോക്കാം. എന്താ ചോദ്യം,
ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉമിനീരില് 2 രാസാഗ്നികളുണ്ട്, സലൈവറി അമലേസും ഉണ്ട്, ലൈസോസോമും ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ലൈസോസൈമും ഉണ്ട്. അപ്പൊ നമ്മുടെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുള്ള ആൾ ആരാണ്? അത് ലൈസോസൈമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ LD പരീക്ഷയിൽ ഇങ്ങനെയുള്ളൊരു ചോദ്യം നോക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഇന്ന് ഈ 30-ാം തീയതി നടന്നിട്ടുള്ള ഖാദി ബോർഡിന്റെ എക്സാമിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി അല്ലേ? എന്താ നോക്കാം. ഓക്കെ, എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നി എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രാവശ്യം നോക്കിയിട്ടുള്ള ആൾക്ക് ഈ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. രാസാഗ്നി ഏതാന്നാ ചോദിച്ചത്? ഏതാ? ലൈസോസൈമാണ്. ഈസി ആയിട്ട് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ്? ഉമിനീരിൽ രാസാഗ്നികളും അതുപോലെ തന്നെ ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. ഉമിനീരിലെ രാസാഗ്നികൾ സലൈവറി അമലേസ്, ടൈലിൻ അല്ലെങ്കിൽ ലൈസോസൈം എന്നിവയാണ്. 2 എണ്ണമാണ് നമുക്കുള്ളത്. ഉമിനീരിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യഘടകമാണ് അന്നജം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന പല ഘടകങ്ങൾ ഉണ്ടെങ്കിലും അത് ശരീരത്തിലുള്ള നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള പല ഘട്ടങ്ങളിൽ വെച്ചിട്ടാണ് അത് ദഹിക്കുന്നത്, ദഹനം തുടങ്ങുന്നത് അല്ലെ, പലതായിട്ട് മാറുന്നുണ്ട്, നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പോൾ അന്നജത്തിന്റെ ദഹനം എന്ന് പറയുന്നത് നമ്മുടെ വായിൽ വെച്ച് തന്നെ തുടങ്ങുകയാണ്, ഉമിനീര് കാരണം തന്നെ തുടങ്ങുകയാണ്. അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് 30% ഭാഗത്തെ മാൾട്ടോസ് ആക്കി മാറ്റുക എന്ന പ്രക്രിയ ചെയ്യുന്നത് ആരാണ്? സലൈവറി അമലേസ്. ഓക്കെ, സലൈവറി അമലേസ് ആണ് മാൾട്ടോസ് എന്നുള്ള പഞ്ചസാരയാക്കി ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ലൈസോസൈമാണ് അല്ലെ. നമ്മളോട് ചോദിച്ച ചോദ്യം അതായിരുന്നു, ഈസി ആയിട്ട് കിട്ടി, ലൈസോസൈമാണ്. അപ്പൊ എന്താണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്? നമ്മുടെ ഉമിനീരിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ആള് ലൈസോസൈമാണ്. ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ ചോറ് കറിയൊന്നും ഇല്ലാതെ ചുമ്മാ വായിലിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ കാരണം എന്താണ്? സലൈവറി അമലേസ് ഈ പറയുന്ന അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. ഞാൻ പോയിന്റ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്താ? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ചിട്ടുള്ള പദ്ധതി ഏതെന്നാ ചോദിച്ചത്. ഈസി ആയിട്ട് ഉത്തരം കിട്ടുന്ന സാധനമാണ് മിഠായി എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കോഡ് വെച്ച് പഠിക്കാനുള്ള ഒരു ഈസി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം, എല്ലാവരും അതൊന്ന് എടുത്ത് കണ്ടു നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, അതിനകത്ത് ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കാം. ഇതെന്താണ്? രക്തം കട്ട പിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഘട്ടങ്ങളെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ രക്തം കട്ട പിടിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ഹോളിസ്റ്റിക് ഐഡിയ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത് അടുത്ത ഘട്ടം പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും അല്ലെ. അപ്പൊ നമുക്കത് നോക്കാം. ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു എന്നിരിക്കട്ടെ, അവിടെ സ്വാഭാവികമായിട്ടും രക്തസ്രാവം ഉണ്ടാവും. അതിനെ തടയുന്നത് ഈ രക്തം കട്ട പിടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് അതിനെ തടയുന്നത് അല്ലെ. അപ്പോൾ മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലേറ്റുകളും ശിഥിലീകരിച്ച് ഉണ്ടാകുന്ന രാസാഗ്നിയാണ് ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഭാഗത്ത് മുറിവേറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ കോശങ്ങളും അവിടുത്തെ കലകളും ഒക്കെ എന്ത് ചെയ്യും? ശിഥിലീകരിക്കും അല്ലെ. അപ്പൊ അവിടെ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഒരു രാസാഗ്നി, ഒരു എൻസൈം അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈം കണ്ട ശരീരത്തിന് അറിയാം എവിടെയോ മുറിവ് പറ്റിയിട്ടുണ്ട്, ഓടിച്ചെല്ലേണ്ട സമയമായി എന്നുള്ളത്. അപ്പൊ എന്താണ്? പ്ലാസ്മയിലെ നിഷ്ക്രിയ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത് ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ശിഥിലീകരിച്ച് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള രാസാഗ്നിയാണ് ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മുടെ പ്ലാസ്മയിലെ, രക്തത്തിലെ പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടകമുണ്ട്. ആ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. അതായത് ഈ പറയുന്ന ത്രോംബോപ്ലാസ്റ്റിനെ കണ്ട ഉടനെ പ്രോത്രോംബിൻ എന്താവും? ത്രോംബിനായിട്ട് അങ്ങ് മാറും. ഓക്കെ, ഇങ്ങനെ പ്ലാസ്മയിലുള്ള നിഷ്ക്രിയമായിട്ടുള്ള ഫിബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നത് ത്രോംബിനാണ്. പറയുന്ന പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റി ഉടനെ ത്രോംബിൻ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാസ്മയിലുള്ള പ്ലാസ്മ പ്രോട്ടീനാണ് ഫിബ്രിനോജൻ എന്ന് പറയുന്നത്. ഈ ഫിബ്രിനോജനെ എന്താക്കും? ഫൈബ്രിനാക്കി മാറ്റും ഈ പറയുന്ന ത്രോംബിൻ. ഇങ്ങനെ ഫൈബ്രിൻ എന്ന നാരുകൾ വലക്കണ്ണികൾ തീർത്ത് അതിൽ നിർജീവവും ക്ഷതം സംഭവിച്ചതുമായിട്ടുള്ള അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങിയാണ് രക്തം കട്ട പിടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കോംപ്ലിക്കേഷൻ പോലെ തോന്നും. ആദ്യം എന്താണ്? നമുക്കൊരു മുറിവ് പറ്റിയ ഉടനെ അവിടുത്തെ കലകളും അതുപോലെ തന്നെ ടിഷ്യൂ ഒക്കെ ശിഥിലീകരിക്കും. അവരുടനെ ഒരു എൻസൈം ഉണ്ടാക്കും. ആ എൻസൈം ആണ് ഈ പറയുന്ന ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്നത്. ഈ ത്രോംബോകൈനേസ് എന്ത് ചെയ്യും? അപ്പൊ തന്നെ നമ്മുടെ ബ്ലഡിനകത്ത് പോയിട്ട് അവിടെ നിഷ്ക്രിയമായിട്ടിരിക്കുന്ന പ്രോത്രോംബിനെ പിടിച്ച് വിളിച്ചോണത്തെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ അവിടെ വെറുതെ ഇരിക്കുമോ? ഇല്ല. അവന്റെ ഉറക്കം പോയ സ്ഥിതിക്ക് അടുത്ത ആളെ ഉണർത്തണം. അവൻ ഓടിച്ചെന്നിട്ട് ആ പ്ലാസ്മയിൽ നിഷ്ക്രിയമായിട്ടിരിക്കുന്ന ഫിബ്രിനോജനെ പിടിച്ച് ഫൈബ്രിനാക്കി മാറ്റും.
ഫിബ്രിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫൈബർ എന്നൊക്കെ ഓർമ്മ വരും. അപ്പോൾ ഈ ഫൈബ്രിൻ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മുറിവിൻ്റെ മുകളിൽ വലക്കണ്ണികൾ പോലെ ഇതെങ്ങനെ കയറിയിരിക്കും. അപ്പോൾ ഉടനെ ഇവിടെ നമ്മുടെ രക്തക്കൊഴൽ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ രക്തക്കൊള്ളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന എന്താ പറയുക ക്ഷതം പറ്റിയിട്ടുള്ള അരുണ രക്താണുക്കളും അങ്ങോട്ട് ഇരച്ചു വരുന്ന പ്ലേറ്റ്ലെറ്റുകളും ഒക്കെ ഇവിടെ പോയിട്ട് ഇങ്ങനെ തടഞ്ഞ് നിൽക്കും. ഇവിടെ ഈ വല ഇരിക്കുന്നതുകൊണ്ട് അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ. ആ വലക്കണ്ണുകളിൽ ഇത് പോയി തടഞ്ഞു നിൽക്കുകയും നമ്മുടെ രക്തം കട്ട പിടിക്കുക എന്നുള്ളൊരു പരിപാടി അവിടെ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, രക്തം അവിടെ കട്ട പിടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു സ്റ്റെപ്പുകൾ എന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. അടുത്ത ചോദ്യം മിനുസപേശികളെ കുറിച്ചുള്ളതായിരുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയായിരുന്നു? അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുകിയ വരകൾ കാണപ്പെടുന്നു, അനീശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഇത് ഖാദി ബോർഡിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത്? അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നുണ്ടോ? ഇല്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. കുറുകിയ വരകൾ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള കാര്യം. അപ്പൊ എന്താ മിനുസപേശി എന്നൊന്ന് ജസ്റ്റ് നോക്കണ്ടേ, പെട്ടെന്ന് നോക്കി പോവാം. ആദ്യമായിട്ട് അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലറ്റൽ മസിൽസ് എന്താ ഇവർ ചെയ്യുന്നത്? അസ്ഥികളുമായിട്ട് ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അതിലുള്ളത്. കുറുകെ വരകൾ കാണപ്പെടുന്നതിനാൽ രേഖാങ്കിത പേശികൾ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ എന്നറിയപ്പെടുന്നു. ഐശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു. ഓക്കെ, അപ്പൊ അസ്ഥികളിലാണ്, അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന പേശികളിലാണ് എന്തുള്ളത്? കുറുകെ വരകളുള്ളത്. പിന്നെന്താ നമ്മുടെ ഐശ്ചിക ചലനം? എന്താ ഐശ്ചിക ചലനം? നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യണ കാര്യങ്ങൾ, ഇവിടെ അങ്ങോട്ട് നടക്കണം, എനിക്കിങ്ങനെ കൈ എടുക്കണം, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആക്കണം, ഇതൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പേശികളാണ്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന അസ്ഥി പേശികളാണ്, അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിലുകളാണ്, അല്ലെങ്കിൽ സ്കെലറ്റൽ മസിലുകളാണ്. ഇതിൽ ഒരുപാട് കുറുകെ വരകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവന്മാരെ രേഖാങ്കിത പേശികൾ എന്നും വിളിക്കാറുണ്ട്. അടുത്ത നോക്കാം. അടുത്തത് മിനുസപേശി. എന്താ മിനുസപേശി ചെയ്യുന്നത്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയിട്ടുള്ള ആന്തരിക അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഇവര്. കുറുകിയ വരകൾ ഇല്ലാത്തതിനാൽ രേഖാശൂന്യപേശികൾ അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നു. അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ചെറുകുടലിലും രക്തക്കുഴലിലും ഒക്കെയാണ് ഉള്ളതെന്ന്. ഞാൻ കുറച്ചു നേരം ചിന്തിക്കുകയാണ്, എൻ്റെ ചെറുകുടലിൽ കുറച്ചു നേരം ദഹിക്കണ്ട, വെറുതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കുമോ? ഇല്ല. രക്തക്കുഴലിൽ കുറച്ചു നേരം രക്തം ഒഴുകണ്ട, ഈ ഭാഗത്തെ രക്തക്കുഴലിൽ കുറച്ചു നേരം മിണ്ടാതെ അവിടെ ഇരിക്കട്ടെ, അനങ്ങണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതായത് അനൈശ്ചിക ചലനങ്ങളാണത്. ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ലാതെ ചെയ്യുന്ന ചലനങ്ങളാണിത് അല്ലേ. അങ്ങനെയുള്ള ചലനങ്ങളൊക്കെ സാധ്യമാക്കുന്ന ആരാണ്? മിനുസപേശികളാണ്. ഓക്കെ, അടുത്ത പേശിയാണ് ഹൃദയപേശി. എന്താ ഹൃദയപേശി ചെയ്യുന്നത്? ഹൃദയ ഭിത്തിയിലാണ് കാണപ്പെടുന്നത്. കോശങ്ങൾ ശാഖകളായിട്ട് പിരിഞ്ഞിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെന്താ, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്, പക്ഷെ ഇവര് അനൈശ്ചിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. നമ്മൾ ഹൃദയത്തോട് പറയാണ് ഇത്തിരി നേരം പ്രവർത്തിക്കണ്ട, ചുമ്മാ ഇരി, ഹൃദയം ചെയ്യോ? ഇല്ല. എന്താണ്? അനൈശ്ചിക ചലനങ്ങളാണ് അവിടെ സാധ്യമാകുന്നത്, പക്ഷെ അതിൽ കുറുകെ വരകളുണ്ട്. ഇതാണ് ഹൃദയപേശി. ഈ 3 പേശികളാണ് നമുക്ക് ഉള്ളത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? അക്ഷാസ്ഥികൂടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രീകരണം നിരീക്ഷിച്ച്, അവിടെ ചിത്രീകരണമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, മനസ്സിൽ നമ്മൾ ആ ചിത്രം കാണണം, നിരീക്ഷിച്ച് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരോ അസ്ഥികളിലുമുള്ള എണ്ണങ്ങളാണ്, അസ്ഥികളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. അപ്പം ഇവിടെ വാരിയെല്ലുകൾ 24 എന്നുള്ളതായിരുന്നു നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അസ്ഥികളെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പിലുള്ള അസ്ഥികളുണ്ട്. ഒന്ന് അക്ഷാസ്ഥികൂടവും പിന്നെ അനുബന്ധാസ്ഥികൂടവും. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികൾ മൊത്തത്തിൽ 80 എണ്ണം ഉണ്ട്. അനുബന്ധാസ്ഥികൂടത്തിൽ 126 എണ്ണം ഉണ്ട്. ഈ പറയുന്ന മനുഷ്യ ശരീരത്തിലെ അക്ഷീയ അസ്ഥികൾ എന്ന് പറയുന്നത് ഈ നമ്പറുകളാണ്. എന്തൊക്കെയാ? നമ്മളോട് ചോദിച്ച ചോദ്യമാണത്. തലയോട്ടിയിൽ 29 എണ്ണമാണുള്ളത്. ചോദ്യത്തിൽ 39 ആയിരുന്നു, 29 ആണുള്ളത്. നട്ടെല്ലിൽ 26 എണ്ണമുണ്ട്. മാറല് ഒരെണ്ണേ ഉള്ളൂ. വാരിയെല്ലുകൾ 24 എണ്ണമുണ്ട്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ എന്താ പറയാ അക്ഷീയ അസ്ഥികൂടത്തിന്റെ, അക്ഷീയ അസ്ഥി വ്യവസ്ഥയുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ചോദ്യം ശ്വാസകോശത്തെ സംബന്ധിച്ചാണ് അല്ലേ. എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ട് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത്. എന്താ ഉത്തരം? പ്ലൂറയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇല്ല, കോർണിയ എന്ന് പറയുന്നത് കണ്ണിലുള്ളതാണ് കോർണിയ എന്ന് പറയുന്നത്. പിന്നെ വായു അറ പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും പൊതിഞ്ഞ് സംരക്ഷിക്കില്ല എന്ന് നമുക്കറിയാം. പിന്നെ പ്ലൂറ, പിന്നെ ഡയഫ്രം എന്നുള്ളതാണ്. അപ്പൊ ഉത്തരം എന്താണ്? പ്ലൂറയാണ്. ഈസി ചോദ്യമായിരുന്നു. നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് ആര് എന്ന് പറയുന്നത്? പ്ലൂറ എന്ന് പറയുന്നത്, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. പ്ലൂറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പ്ലൂറൽ ദ്രവം. എന്തിനാ അങ്ങനെ നിറഞ്ഞിരിക്കുന്നത്?
ഒന്ന് ന്യൂട്രിയൻസ് കൊടുക്കാൻ സ്വാഭാവികമായിട്ടും, പിന്നെ ഒന്ന് ഇരട്ട സ്ഥലമാണ്. ഈ ഇരട്ട സ്ഥലം ഇങ്ങനെ പരസ്പരം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അവിടെ ഒരു ഘർഷണം ഉണ്ടാവാതിരിക്കാൻ, അവിടെ ഒരു ഫ്രിക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്ലൂറൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ശ്വാസകോശവും അതുപോലെ തന്നെ ഔരാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നത് ആരാണ്? പ്ലൂറൽ ദ്രവമാണ്. ഓക്കെ, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുമുണ്ട്. ശ്വാസകോശവും ഔരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊറാസിക് കാവിറ്റി ആണ് അല്ലെ. ഈ ഔരാശയത്തിന്റെ ഭിത്തിയും തമ്മിലുള്ള ഘർഷണവും ആര് കുറയ്ക്കുന്നുണ്ട്? പ്ലൂറൽ ദ്രവം കുറയ്ക്കുന്നുണ്ട്. ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഉദരാശയം എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് ഇതിന്റെ താഴത്തേക്കുള്ള ഭാഗം എന്ന് പറയുന്നത്. പിന്നെന്താണ്? തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ഔരാശയം. ഇതിനെ രണ്ടിനെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ഡയഫ്രം ഇരുന്നിട്ട് അതിൻ്റെ മുകളിലാണ് ലങ്സ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ലങ്സിന്റെ പ്രവർത്തനമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയഫ്രം വികസിക്കുന്നു, സങ്കോചിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? സന്ധികളെ സംബന്ധിച്ചതായിരുന്നു. എന്താണ് സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ കൂട്ടത്തിലെ ശരി ഉത്തരം എന്ന് പറയുന്നത് വിജാഗിരി സന്ധി എന്ന് പറയുന്നത് കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പൊ സന്ധികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗോളര സന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെ കാണപ്പെടുന്നു? തോളെല്ല്, ഇടുപ്പെല്ല് എന്നീ ഭാഗങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. പിന്നെ ഉള്ളത് വിജാഗിരി സന്ധി. എവിടെ കാണാം? കാൽമുട്ടില്, കൈമുട്ടിലൊക്കെ കാണാം. വിജാഗിരി, കതകിന്റെ വിജാഗിരി ഒരു ഭാഗത്തേക്കല്ലേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അല്ലെ. അതേപോലെ നമ്മുടെ കൈ ഇങ്ങനെയല്ലേ ആക്കാൻ പറ്റൂ, തിരിച്ചിങ്ങനെ മടക്കാൻ പറ്റില്ലല്ലോ. വിജാഗിരി സന്ധി എന്ന് പറയുന്ന ഒരു സൈഡിലേക്കാണ് കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ കാണപ്പെടുന്നു. പിന്നെ ഉള്ളത് കീലസന്ധി. എന്താ കീലസന്ധി? കഴുത്തും തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗവും ചേരുന്ന ഭാഗമാണ് കീലസന്ധി എന്ന് പറയുന്നത്. അടുത്തത് തെന്നി നീങ്ങുന്ന സന്ധി, ഗ്ലൈഡിങ് എവിടെയാണ്? കൈക്കുഴയിലും കാൽക്കുഴയിലും ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, സന്ധികളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ LDC പരീക്ഷയ്ക്കും അതുപോലെ തന്നെ 30-ാം തീയതി നടന്നിട്ടുള്ള ഖാദി ബോർഡ് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള എല്ലാ ജീവശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും എടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിവിടെ പറഞ്ഞത് കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു പോവുക. അടുത്ത ഘട്ടം LDC എഴുതാൻ പോകുന്ന ആളുകൾ. അപ്പോൾ ലൈഫ് സയൻസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ കാണാതെ പഠിക്കാതെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിൻ്റെയൊക്കെ ചോദ്യം നമ്മൾ കണ്ടുല്ലേ. ഇതൊക്കെ ആ കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫാക്റ്റ് വെച്ചുകൊണ്ടല്ല, കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കോഴ്സുകളെല്ലാം അവതരിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഗോദ എന്നുള്ളൊരു ടെസ്റ്റ് സീരീസ് ഉണ്ട്. അടുത്ത ഘട്ടം പരീക്ഷ എഴുതുന്ന ആളുകൾക്കും അത് എഴുതി നോക്കാവുന്നതാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.